ഹായ് ഫ്രണ്ട്സ്, ഞാൻ കെഷിൽ ജോയി. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എസ്പേസ് കമ്പനിയുടെ HS1500C എന്ന ഫുൾ കോപ്പർ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. MPPT ചാർജ് കൺട്രോളറാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് നമ്മളുടെ HS1500C ഫുൾ കോപ്പർ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ. അതുപോലെ ബിൽറ്റിൻ MPPT ആണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. ബിൽറ്റിൻ MPPT ചാർജ് കൊണ്ടുള്ള അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പ്രയോറിറ്റി സോളാർ ചാർജിങ്ങിനാണ്, അല്ല ഹൈബ്രിഡ് PCU മോഡ് സെലക്ഷൻ വിത്ത് സ്വിച്ച്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിത് തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കിങ്ങിലൊക്കെ തന്നെയാണ് വന്നത്. അതുപോലെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 2 വർഷമാണ് നമുക്ക് കമ്പനി ഇതിന് നമുക്ക് വാറണ്ടി തന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് ഈ കാണുന്നത്. ഇത് മെയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു LED ലൈറ്റ് കത്തും. ചാർജർ ഓൺ ആണെങ്കിൽ അവിടെ ലൈറ്റ് കത്തും. ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ ബാറ്ററി ലോ, ഓവർലോഡ്, ഓവർ ഹീറ്റ്, സോളാർ ചാർജിങ്, സോളാർ ഹൈ, സോളാറിൽ നമ്മൾ നേരിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് എത്തും. ബാറ്ററി ചാർജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ചാർജിങ് ഉണ്ട്, അതാണ് ബാറ്ററി ഫ്ലോട്ട് ചാർജിങ്ങിൽ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എത്തും. അതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ളത്. ഈ ഫ്ലോട്ട് ചാർജിങ് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹെവി കണക്ടർ ഉണ്ട്, സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ അവിടെ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവും കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട്. ദൂരമായിട്ടാണ് നമുക്കിവിടെ വയർ കൊടുക്കേണ്ടത് ഉള്ള കണക്ടറും. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പറാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1500C കോപ്പർ, ബാറ്ററി 12 വോൾട്ടേജ്, MPPT 40 ആംപിയർ, 800 വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. 50 വോൾട്ട് ആണ് പാനലിൻ്റെ VOC വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇൻവെർട്ടർ UPS മോഡ് സ്വിച്ചും അതുപോലെ തന്നെ സോളാർ മോഡ് സ്വിച്ചും. സോളാറിൽ നിന്ന് മാത്രം ചാർജ് കയറിയാൽ മതിയെങ്കിൽ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടാൽ മതി. സോളാറിൽ നിന്ന് മാത്രമേ ചാർജ് കയറുള്ളൂ. ഒട്ടും സോളാറിൽ നിന്ന് ഒട്ടും വെട്ടം കിട്ടണമെങ്കിൽ KSEB നിന്ന് ചാർജ് കയറണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ KSEB നിന്ന് ചാർജ് കയറും. അപ്പോൾ ഈ സ്വിച്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വന്നത്. നമുക്കിത് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഇൻവെർട്ടർ. പിന്നെ നമുക്കിത് അയച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതൊരു ഫുൾ കോപ്പർ 100% കോപ്പറായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ തന്നെയാണ്. കോപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി RR കമ്പനിയുടെ പ്യൂരിറ്റി കോപ്പറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അയച്ച് കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. നമുക്കിതിൻ്റെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കവറൊന്ന് അയച്ചെടുക്കാം. ഇതിൻ്റെ കണക്ടറുകൾ നോക്കാം. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇൻവെർട്ടറുകളിൽ ബൈപ്പാസ് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കറണ്ടുള്ള സമയത്ത് ഈ ഇൻവെർട്ടർ വഴിയാണല്ലോ നമ്മൾ കറണ്ട് കയറി പോണത്. അത് നമ്മളിവിടെ ഫേസ് കൊടുക്കും, ന്യൂട്രൽ ഔട്ട്പുട്ട് വഴി കയറിപ്പോവും. കറണ്ടുള്ള സമയത്ത് ഇതുവഴിയാണ് ഫേസ് കയറി ഇറങ്ങി പോണത്. ഈ കയറി ഇറങ്ങി പോണ സമയത്ത് സാധാരണ ഇൻവെർട്ടറുകളിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് ലൈൻ വന്ന് കിടക്കും. ഇതുവഴിയാണല്ലോ ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത്. ലൈൻ വന്ന് സാധാരണ ഇൻവെർട്ടറുകളിൽ അങ്ങനെ ലൈൻ വന്ന് കിടക്കാൻ നേരത്ത് ഇതിനകത്ത് ഒരു ചെറിയൊരു കറണ്ട് പോവും. ഏകദേശം 1 യൂണിറ്റ് 2 ദിവസം വെറുതെ ലോസായി പോകുന്നുണ്ട് ഇതുവഴി കയറി ഇറങ്ങി പോകുമ്പോൾ. പക്ഷേ ഈ ഒരു ഇൻവെർട്ടറിൽ അതിന് വേണ്ടി ഒരു സർക്യൂട്ട് ഉണ്ട്, അതുപോലെ റിലേ കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇതുവഴി കയറി ഇറങ്ങി പോണ സമയത്ത്, ബൈപ്പാസ് സമയത്ത് യാതൊരു തരത്തിലും ഒരു തുള്ളി കറണ്ട് പോലും ഈ ഇൻവെർട്ടർ എടുക്കില്ല, വെറുതെ എടുക്കില്ല. അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസും അതുപോലെ ആ കോപ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ സ്ക്രൂകളും അയക്കുകയാണ്.
ഇതാണ് ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ തന്നെയാണ്. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ, സാധാരണ ട്രാൻസ്ഫോമറുകളെ അപേക്ഷിച്ച് ഹൈറ്റ് കൂടുതലാണ്. എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയേക്കണത്. അതുപോലെ തന്നെ ഇതിൻ്റെ മോസ്ഫെറ്റുകൾ വന്ന ഭാഗമാണത്. ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബോർഡ് ഭാഗങ്ങളാണ്, അതിൻ്റെ റിലേ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് MPPT ഭാഗമാണ്. അതായത് ഈ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ MPPT ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള കാരണം സാധാരണ രീതിയിൽ ഒരു ലോസ് വന്നില്ല. സാധാരണ നമ്മൾ പുറത്ത് MPPT ഒക്കെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് ഇപ്പോൾ MPPT ചെയ്തേക്കണം. ഇതിൽ നമുക്ക് ഒരു ലോസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സോളാർ പാനലിൽ നിന്ന് മേളിൽ നിന്ന് വരുന്ന ലൈന് MPPTയിലേക്ക് കൊടുത്ത് MPPTയിൽ നിന്ന് 2 വയർ നേരെ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് 2 വയറുകൾ പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തം പോസിറ്റീവിന് വേണ്ടി 2 വയറും നെഗറ്റീവിന് വേണ്ടി 2 വയറും വേണം. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു ലോസ് സംഭവിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 വാട്ട്സ് അടുത്തോളം നമുക്ക് ഈ വയർ വഴിയുള്ളൊരു ലോസ് വന്നിട്ടുണ്ട്. അതായത് സോളാറിൽ നിന്ന് ലൈവ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഈ വയർ വഴിയാണ് പോണത്. അത് ആദ്യം തന്നെ സോളാർ പാനലിൽ വന്ന് സോളാർ പാനലിൽ MPPTയിലേക്ക് കയറി, MPPTയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കയറി, ബാറ്ററിയിൽ നിന്ന് നേരെ ഇൻവെർട്ടറിലേക്ക് വരണം. സാധാരണ ഇൻവെർട്ടറും ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറും തമ്മിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഇൻവെർട്ടറിൽ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇൻവെർട്ടറിൽ നമ്മൾ MPPT വെക്കും. ഇത് MPPT. അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഉണ്ടാവും, ബാറ്ററി ഉണ്ടാവും. ബാറ്ററിയിലേക്ക് വയർ കൊടുത്തിട്ടുണ്ടാവും, ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ MPPTയിൽ നിന്ന് 2 വയറുകൾ ബാറ്ററിയിലേക്ക് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ PV സോളാർ പാനലിൽ നിന്ന് 2 വയർ MPPTയിലേക്ക് പോയിട്ടുണ്ടാവും. ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമ്മളെ വീടുകളിലേക്ക് പോകും, വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെയും. സാധാരണ രീതിയിൽ ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് നിന്ന് നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഓൺലൈൻ ആവുന്ന സമയത്ത് ബാറ്ററി ഒരു 80% എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേ കൺട്രോളൊക്കെ വർക്ക് ചെയ്തിട്ട് ഓൺലൈൻ ആവുമല്ലോ. ഓൺലൈൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ MPPT നേരെ ബാറ്ററിയിലേക്കാണ് കറണ്ട് പോണത്. കറണ്ട് ഒഴുകിയിട്ട് അതുവഴിയാണ് ഇൻവെർട്ടറിലേക്ക് പോണത്. അപ്പോൾ ഇവിടെയും വയറുണ്ട്, ഇൻവെർട്ടറിൻ്റെയും വയറുണ്ട്, ഇവിടെ നിന്ന് ബാറ്ററിയിലേക്കും. അപ്പോൾ ഇവിടെ ഒരു 1.5 മീറ്റർ വയറടുത്തോളം നമ്മൾ MPPTയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു 1.5 മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്കും ഒരു 1.5 മീറ്റർ വയറുണ്ടാവും. മൊത്തം ടോട്ടലി ഇവിടെ ഒരു 3 മീറ്ററും ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോകണ ഒരു 3 മീറ്ററും, ടോട്ടൽ 6 മീറ്റർ അടുത്തോളം വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 50 വാട്ട്സ് അടുത്തോളം നമുക്ക് ഓൺലൈൻ ആവുന്ന സമയത്ത്, ഓൺലൈൻ 50 വാട്ട്സ് അടുത്തോളം നമുക്ക് ലോസ് വന്നുണ്ട്. അതേമറിച്ച് നമ്മൾ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോളാർ പാനലിൽ നിന്ന് ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നേരെ നമ്മളുടെ വീട്ടിലേക്ക്. സോളാർ പാനലിലെ കണക്ഷൻ ഹൈബ്രിഡ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ലൈൻ ബാറ്ററിയിലേക്ക് കൊടുക്കും. ഓൺലൈൻ ആവുന്ന സമയത്ത് ഈ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ബോർഡുള്ള കാരണം MPPT ഔട്ട് നേരെ ഇൻവെർട്ടറിൻ്റെ ബോർഡിലേക്കാണ് പോണത്. അപ്പോൾ ഇത് ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കണില്ല, 0 ആയിരിക്കുള്ളൂ കറണ്ട്. അപ്പോൾ ഇതിൽ ഓൺലൈൻ ആവുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഒരു 50 വാട്ട്സ് ലോസ് ഉണ്ടെങ്കിൽ ഈ MPPT ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ MPPT ഉള്ള കാരണം ഇതിലൊരു ലോസ് സംഭവിക്കണില്ല. നേരിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലേക്കാണ് കറണ്ട് കിട്ടുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ. പിന്നെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ കോർ ഹൈ ക്വാളിറ്റി കോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ കോപ്പറാണെന്ന് പറഞ്ഞു. നമുക്കപ്പോൾ ഈ ഒരു കോപ്പറിൻ്റെ ഇത് തന്നെയാണെന്ന് നോക്കാം. കോപ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം.
ഞാനിതൊന്ന് ചീവി കാണിച്ചു തരാം. ഇത് ഫുൾ കോപ്പർ തന്നെയാണ്. ഫുൾ കോപ്പർ വൈൻഡിങ് തന്നെയാണ്. പിന്നെ എസ്പേസിൻ്റെ ഈ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ നോക്കാം. ഇതിനകത്ത് നമുക്ക് 1.5 HP മോട്ടർ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ മിക്സി വർക്ക് ചെയ്യിക്കാം, അയൺ ബോക്സ് ഒക്കെ വർക്ക് ചെയ്യിക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യിക്കരുത്, വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ 1200 V ആണ് ഈ ഇൻവെർട്ടർ വന്നത്. ഇതിന് നമുക്ക് ഇതിൻ്റെ വില നോക്കാം. MRP വരുന്നത് 12,500 രൂപയാണ്. ഏകദേശം ഒരു മാർക്കറ്റ് റേറ്റ് 10,000 രൂപ അടുപ്പിച്ചൊക്കെ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കാൻ നേരത്ത് MPPT പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ചില ഇൻവെർട്ടറുകളിൽ നമുക്കതിൻ്റെ ചാർജിങ് കട്ട് ഓഫ് ആക്കാൻ പറ്റില്ല. ചില കമ്പനി ഇൻവെർട്ടറുകൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പുറത്ത് നമുക്കൊരു സ്വിച്ച് വെച്ചിട്ട് അതിനകത്തുള്ള ചാർജിങ് സിസ്റ്റം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻവെർട്ടറുകളൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ സോളാർ ഇൻവെർട്ടർ ആക്കാതിരിക്കണേ ഏറ്റവും നല്ലത്. അത് നമുക്ക് കൂടുതലായിട്ട് കറണ്ട് കാശ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇനി വാങ്ങിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ വാങ്ങിക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഇൻവെർട്ടർ വാങ്ങാനും അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ അതിനുള്ള മറുപടിയൊക്കെ നൽകുന്നതാണ്. അതുപോലെ തന്നെ 2 വർഷമാണ് ഇതിന് വാറണ്ടി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.